3HB യിലെ യതിയല്ലേ? അതെ അതെ അതെ. ഒരു സെൽഫി എടുത്തോട്ടെ? ആ ആയിക്കോട്ടെ. ആ ശരി. താങ്ക് യു. താങ്ക്സ്. യതീന്ദ്രൻ ഉണരുമ്പോൾ ലോകം ഉറങ്ങാൻ തുടങ്ങും. അവൻ ഉറങ്ങുമ്പോൾ ലോകം ഉണരുകയും ചെയ്യും. ഈ അലോസര പ്രതിഭാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 വർഷവും 8 മാസവും 17 ദിവസവുമായിരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അല്ല അതെന്തിനാ ഇപ്പോഴേ പറയുന്നത്, ഈ കഥയിലെ ക്ലൈമാക്സ് ആണല്ലോ അത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് രസച്ചരട് പൊട്ടിക്കുന്നില്ല. പക്ഷേ കഥയിലെ നായകൻ യതീന്ദ്രനാണെന്ന് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ അതും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഇത്തരം പരസ്പരം പൊരുത്തമില്ലാത്ത യാഥാർത്ഥ്യങ്ങളും ഒരു വിധത്തിലും ലയച്ചേർച്ചയില്ലാത്ത മിഥ്യകളുമൊക്കെയാണ് ജീവിതത്തിൻ്റെ ആകത്തുക. അതുതന്നെയാണ് യതീന്ദ്രനെയും ഈയിടെ അലട്ടുന്നത്. സുമുഖനും സുന്ദരനും സർവോപരി സുശീലനുമായ യതീന്ദ്രൻ എന്ന യതി വീട്ടിലെയും നാട്ടിലെയും പട്ടണത്തിലെ തൻ്റെ ഓഫീസിലെയും മനുഷ്യരുൾപ്പെടെയുള്ള സകലമാന ജന്തു ജീവജാലങ്ങൾക്കും പ്രിയപ്പെട്ടവനാണ് എന്നങ്ങ് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതാണ് യതീന്ദ്രൻ്റെ പ്രശ്നവും. യതിയല്ലേ? ആ അതെ. ഹലോ, ഞങ്ങൾ കാണാറുണ്ട്. The last one about the healthy food. Thank you, It was thank you. really amazing. അത് നല്ലുണ്ട്. ആ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു സെൽഫി എടുക്കട്ടെ? ഓഫ് കോഴ്സ്, ഷുവർ. ആ ഓക്കെ, Okay, താങ്ക് thank യു. you. So much. ഒത്തിരി പ്രഹേളികയിലൂടെ വട്ടം തിരിഞ്ഞ ബാല്യകൗമാരങ്ങളുടെ ബാലികേറാ മലകളൊക്കെ താണ്ടി ഒരു ജോലിയും സംഘടിപ്പിച്ച് ഒട്ടൊന്നു സ്വസ്ഥതയോടെ കഴിയാൻ തുടങ്ങുമ്പോഴാണ് 4 വർഷവും 8 മാസവും 17 ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും യതീന്ദ്രന്റെ ജീവിതം കോഞ്ഞാട്ടയായത്. എനിവേ, അതൊക്കെ വഴിയേ പറയാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് യതിയുടെ സിമ്പിൾ ബട്ട് ജംബിൾഡ് പ്രോബ്ലംസ് ഒന്ന് നേരിൽ കണ്ടു നോക്കാം. ദ പ്രോബ്ലംസ്, the most complex and complicated, sophisticated and irritating puzzles. അതെ, യതിയുടെ ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ. കഴിഞ്ഞ വീഡിയോ ഉഗ്രനായിരുന്നു കേട്ടോ. അത് ശരി. ബേൺ ദ ബെല്ലി ഫാറ്റ് ഞാനും ചെയ്തു തുടങ്ങി കേട്ടോ. അതൊക്കെ നമുക്ക് 6 മാസം കൊണ്ട് കുറയ്ക്കാമല്ലോ. കമിൻ. ആ സാർ. പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് 12-ാം തീയതിയാണ്. യതിക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് സാർ. യൂട്യൂബും കണ്ട് നാഴികയ്ക്ക് 40 വട്ടം സേർട്ടും വരച്ച് കിടന്ന പിന്നെ എങ്ങനെ പ്രോജക്റ്റ് ശരിയാവാൻ? ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday. യതി, കേക്ക് കിട്ടി. Happy birthday to you. Happy birthday to you. Happy birthday to you, Yati. ആദ്യം കേക്ക് സാറിന് കൊടുക്ക്. ഗേൾ ഫ്രണ്ടാ? ഹാപ്പി ബർത്ത്ഡേ. കേക്ക് പ്ലീസ്. താങ്ക് യു. എടുത്തോളൂ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ യങ് മാൻ. താങ്ക് യു സാർ.
പ്രേമത്തിൻ അഴകാർന്ന ഓർമ്മയിൽ ഒരുമയിൽ പീലിയായി വിടരും മീണം. ഹായ് നിവേദിത. യതി 18-ാം തീയതിയാണ് ഡെഡ് ലൈൻ, ഓർമ്മയുണ്ടല്ലോ? ചെറുധാന്യം അത്രയ്ക്കൊന്നും ചെറുതല്ല കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ടു 3HP. Lot of you are asking about the benefits of millets. Now we are talking about the benefits of millets. മില്ലറ്റ്സ് എന്ന ചെറുധാന്യത്തിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സും ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഇഫ് യു ആർ എ ഡയബറ്റിക്, ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ഷുഗർ ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു ചോയ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനും വെയിറ്റ് ലോസ് ചെയ്യാനും വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ധാന്യമാണ് ഈ മില്ലറ്റ്സ്. ഈ മില്ലറ്റ്സ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനശേഷിയെ വർദ്ധിപ്പിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ഇത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് വരുന്ന ഹൃദയാഘാതം മൂലമുള്ള എല്ലാ അസുഖങ്ങളും ഇത് തടയുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിന് നല്ല പ്രൊട്ടക്ഷനാണ് തരുന്നത് ഈ മില്ലറ്റ്സ്. അത് മാത്രമല്ല, ഈ മില്ലറ്റ്സിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും ഉണ്ട് ഈ മില്ലറ്റ്സിന്. അതുകൊണ്ട് ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളെയെല്ലാം ഇത് പ്രതിരോധിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ, ഈ മില്ലറ്റ്സ് എന്നത് ചെറിയ ഒന്നല്ല, വലിയ ഒന്ന് തന്നെയാ. അപ്പോൾ ഗായ്സ്, അടുത്ത ടോപ്പിക്കുമായി ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ യതി സൈനിങ് ഓഫ് ഫ്രം 3HP. ഒരു നറു പ്രേമത്തിൻ അഴകാർന്ന ഓർമ്മയിൽ ഒരുമയിൽ പീലിയായി വിടരും മീണം. ഒരു മോഹവല്ലരി ഉണരുന്ന വേളയിൽ ഒരു കുമ്പിളിൽ ഞാനലിയും നേരം. ഹായ് ശോഭിത്, പറയടാ. ബിസി ആയിരിക്കുമല്ലേ? അത് പറയാനടി. സസ്പെൻസ്. കാര്യം സക്സസ്. നമ്മൾ പറഞ്ഞ കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. 3 years കോൺട്രാക്ട്. റിയലി? ഓ മൈ ഗോഡ്, ഗ്രേറ്റ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. കൺഗ്രാറ്റ്സ് ഡാ. അടുത്ത മൺഡേ കൊച്ചിയിലെത്തുമ്പോൾ സൈൻ ചെയ്യാന്ന് പറയുന്നത്. Hey, I'm getting a call. It's call waiting. I'll call you back. Okay, bye.
ഹലോ ചെലവുണ്ട് കേട്ടോ മച്ചാ. ഹലോ ചെലവുണ്ട് കേട്ടോ മച്ചാ. മച്ചാ എത്തി. ഹാപ്പി ബർത്ത്ഡേ. പരിപാടി എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി, ബാക്കി ഞാൻ അറേഞ്ച് ചെയ്തോളാം. അളിയാ ചതിക്കല്ലേ, ബൈക്കിന്റെ EMI കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടെന്ന് അറിയാലോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. അതൊക്കെ പിന്നെ ഇത്തവണ എന്നെ വിട്ടേക്ക്. ഇല്ല, ഒരു രക്ഷയില്ല. ഇന്നത്തെ പരിപാടി നിന്റെ വക. എനിക്കിവിടെ PGക്ക് കൊടുക്കാൻ പൈസ ഇല്ല, പിന്നെ എങ്ങനെയാടാ അത് ചെയ്യാ? ഓ മനസ്സിലായി. നീ വരുന്നില്ലേ? Many happy returns of the day, Yatindran. നീ വരുന്നില്ലെങ്കിൽ പറ, കാശ് കൊടും മച്ചാ. എടാ എന്റെ കയ്യില് ക്യാഷ് ഇല്ലടാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിന്റെ പേര് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ചോളാം. അതേടാ, നിനക്ക് വേണ്ടി ഞങ്ങളൊന്ന് എല്ലാവരും അടിച്ചു പൊളിക്കും. ഏതൊരു സന്ദിഗ്ധാവസ്ഥയിലും കൈവള്ളിയായി എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉപദേശവും വിശ്വസിച്ച് എത്ര നാളിങ്ങനെ. ഇതിനിടയിൽ കറുപ്പും വെളുപ്പുമായി യുഗാന്തരങ്ങളുടെ വ്യത്യസ്തതയുടെ അനുഭവങ്ങൾ. ഏതാണ് സ്വപ്നം, ഏതാണ് ഉണർവ് എന്ന ആശങ്കയുടെ ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളും. എന്നാൽ ഇരുണ്ട ഗുഹയുടെ അറ്റത്തുള്ള പ്രതീക്ഷയുടേതായ വെളിച്ചം മാത്രം വിദൂരമായി ഇപ്പോഴും നിലകൊള്ളുന്നു. വെളിച്ചം എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, നീല വെളിച്ചമാണ് സുഖദുഃഖങ്ങളുടെ അതിരിലെ വേലിപ്പടർപ്പെന്ന ഈയിടെയായി യതിക്കൊരു ഉൾവിളി. നീല വെളിച്ചത്തോടൊപ്പം നാദബ്രഹ്മങ്ങളുടെ മാസ്മരിക ലോകവും കൂടി യതിക്ക് മുൻപിൽ തുറക്കപ്പെട്ടു. എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്താ ജെയിംസ് ഉദ്ദേശിച്ചത്? യു ആർ അൺനെസസറിലി എസ്കലേറ്റിംഗ് ദ തിങ്സ്. ഓക്കെ, ഒരു വർഷത്തെ റിലേഷൻഷിപ്പ്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ക്യാൻ സ്റ്റോപ്പ് മീ ഫ്രം മൈ ഡ്രീംസ് ആൻഡ് മൈ ഫ്രീഡം. ജാസ്മിന്റെ ഫ്രീഡം ഏത് അറ്റം വരെ പോകുമ്പോഴും അത് കണ്ട് കൈയടിക്കാൻ ജെയിംസ് വേറെ ജനിക്കണം. വാട്ട് യു മീൻ? എന്റെ ഫ്രീഡത്തിന്റെ തോത് അളക്കാൻ ജെയിംസിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഏതറ്റം വരെയും പോകും. ദിസ് ഇസ് മൈ ലൈഫ് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ബെഗ് യു ടു ബി വിത്ത് മീ. ടു ബി ഫ്രാങ്ക്, വിത്ത് സച്ച് എ മൈൻഡ്സെറ്റ്, I just appreciate if you just get out of my life. പല പല വെർഷനുകളിൽ രൂപപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം വാതിലിൻ്റേതായിരുന്നു. പേൾഗേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു വാതിലിലൂടെ കടക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി. ആ പരമാനന്ദത്തിൽ നീന്തി തുടിക്കുമ്പോൾ സമയബോധം വെറും ഒരു വ്യർത്ഥമായ ആശയം മാത്രം. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ആ വാതിലുകൾ പിന്നിട്ട് പുറത്തു വരുമ്പോൾ വീണ്ടും ആ പഴയ നശിച്ച് വെറുപ്പിക്കുന്ന ലോകം. ചിരിക്കാത്ത മുഖങ്ങൾ, പരസ്പരം വിലമതിക്കുകയും അഭിനന്ദിക്കാനും അറിയാത്ത ഒരു കപട ലോകം. ഏതൊരു വൈചിത്രമാണ് ഒരേ സമയം ഒരേ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ. ഒരു മേശമേലിരിക്കുന്ന അനുഭൂതി. ബാക്കിൽ നിങ്ങൾക്ക് ഭൂമി കാണാം. ഇപ്പൊ വന്നിട്ട് 1 മണിക്കൂറായി. ഓക്സിജന്റെ ചെറിയൊരു പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഡ്രൈവറാണ് ഈ ഷെല്ല് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഡ്രൈവറാണ് ഈ ഷെല്ല് എന്താണെന്നല്ലേ നിങ്ങൾ തന്നെ. ഇതൊരു നോ ഓവർടേക്കിംഗ് സോൺ.
തികച്ചും തോൽവി എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ജീവിതമല്ലേ, അറിയാമല്ലോ. അങ്ങനെ തട്ടിയും മുട്ടിയും വീണും എണീറ്റുമൊക്കെ നട്ടം തിരിയുമ്പോൾ സുഖകരമായ ഒരു ആലസ്യത്തിൽ നിന്നെന്ന പോലെ ഏറ്റവും സുന്ദരമായ ഒരു രംഗത്തിലെ ആരാധ്യ പുരുഷനായി താൻ മാറുന്നത് ഒട്ടൊരു അത്ഭുതത്തോടെ യതി കാണുന്നു. ഇത് ഒരിക്കലല്ല, ഒരു ദിവസത്തിൽ തന്നെ പലവട്ടം. അത് തന്നെയാണ് യതിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഒരു ഇമോജിയിലോ ഹാർട്ട് സിമ്പിളിലോ ഇത്രയൊക്കെ വായിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സി മിസ്റ്റർ യതീന്ദ്രൻ, ഇതൊക്കെ എല്ലാ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ടൈം പാസിന് അയക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇതിലൊന്നും വേറെ അർത്ഥമൊന്നുമില്ല. ഓക്കെ, ബൈ. എങ്ങോട്ടാ? ആ നീല കവാടത്തിലേക്ക്. ഹായ് ഗൈസ്, നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹാർട്ട് ഇമോജീസിനെ കുറിച്ച് പറയാൻ. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഹാർട്ട് ഇമോജീസിനെ കുറിച്ച്. ആദ്യത്തേത് ഓറഞ്ച് ഹാർട്ട്. ഓറഞ്ച് ഹാർട്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, വേറെ ഒന്നുമില്ല കേട്ടോ അതിൽ. പിന്നൊന്നുണ്ട് യെല്ലോ ഹാർട്ട് എന്ന് വെച്ചാൽ ജോയ്, പരമാർത്ഥം. പിന്നെ അടുത്തത് ഗ്രീൻ എന്ന് വെച്ചാൽ ഗ്രോത്ത്, നാച്ചുറൽ, ഹാർമണി, ഇതൊക്കെയാ ഗ്രീന്. പിന്നെ അടുത്തത് ബ്ലൂ ഹാർട്ട് എന്ന് വെച്ചാൽ ലോയാലിറ്റി. പിന്നെ പർപ്പിൾ ഹാർട്ട് എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി. പിന്നെ അടുത്തത് റെഡ് ഹാർട്ട്, പ്രേമം, കാതൽ, ഇഷ്ടം, ഇതെല്ലാം വരും. റെഡ് ഹാർട്ട്. പിന്നെ നിങ്ങൾ വിചാരിച്ചു കാണും ഒരു ഹാർട്ട് ഇല്ലേന്ന്. ബ്ലാക്ക് ഹാർട്ട് എന്ന് വെച്ചാ സോറോ. ഇതിലൊന്നും പെടാത്തൊരു ഹാർട്ട് ഉണ്ട്, ഹാർട്ട് ബ്രേക്ക്. അതെന്താന്നറിയോ നിങ്ങൾക്ക്? Sorry guys, so sorry. ഇനി നിങ്ങൾ തന്നെ പറ, പാവം യതി എന്തു ചെയ്യും? ബട്ട് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. നിന്റെ പുല്ലാങ്കുഴൽ വീജികളാലിന്നു എന്തൊരു ചാരുത നീ എഴുതി. വൃന്ദാവനമീതിൽ ഹർഷോന്മാദമായി സ്നേഹസാമീപ്യമായി നീ അണഞ്ഞു. ആത്മഹർഷമായി എന്നിൽ ആമോദമായി ആഹ്ലാദസുരഭിലവേളയിൽ നീ ആനന്ദമായി ചുണ്ടിൽ മൂളുന്നൊരു ഗാനമായി. ആരാത്? അത് പറഞ്ഞാൽ അറിയില്ല. പറഞ്ഞാൽ അറിയാത്തതും കണ്ടാൽ അറിയാത്തതും ഒക്കെ അറിയുന്നവരുമുണ്ട് ഈ കടൽക്കരയിലെന്ന് കൂട്ടിക്കോളൂ. അതെ, അത് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കണ്ണുണ്ടായിട്ടും ഞാൻ ഒത്തിരി പ്രശ്നത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് നീ കണ്ണില്ലാഞ്ഞിട്ടും ഇത്ര സന്തോഷത്തിൽ പാടുന്നത്? കണ്ണുള്ളവരുടെ പ്രശ്നം കാണുന്നതെല്ലാം സത്യമെന്ന് വിശ്വസിക്കേണ്ടി വരുമെന്നതാ. കണ്ണില്ലെങ്കിൽ കാണുന്നതും കാണാത്തതുമായതിൻ്റെ അതിർവരമ്പുകളില്ലല്ലോ. അതിനാൽ നോ ജഡ്ജ്മെന്റ്സ്.
എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്നു. അക്സെപ്റ്റിംഗ് തിങ്സ് ആസ് ദേ ആർ. ഒരുതരം റാഡിക്കൽ അക്സെപ്റ്റൻസ്. സം കൈൻഡ് ഓഫ് ഇൻറ്റ്യൂഷൻ, സംതിങ് ബിയോണ്ട് പെർസെപ്ഷൻ നോളേജ്. അവിടെ കോൺഷ്യസ് റീസണിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തൊക്കെയോ മിസ്മാച്ച്. ആരാണ് നീ? എങ്ങനെയാ നീ ഇവിടെ എത്തിയത്? ഒരു പേരിലെന്തിരിക്കുന്നു. ക്ലിനിക്കൽ സൈക്കോളജി അവസാന വർഷം. ഒരു പനിയും തലവേദനയും. ദിവസങ്ങൾക്കുള്ളിൽ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് നേടിയ അറിവ് ഒരുപക്ഷെ കണ്ണുണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു എന്ന ഒരു ഉൾക്കാഴ്ചയായിരുന്നു. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കുമെന്ന് കേട്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ നമ്മുടെ തലച്ചോറിനെ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. അവയുടെ പ്രത്യാഘാതം ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ ഒരുതരം അഡിക്ഷൻ, ആസക്തി ഉളവാക്കുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ നാം അറിയാതെ സോഷ്യൽ മീഡിയ ആൻസൈറ്റി അല്ലെങ്കിൽ ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊരു മാനസികാവസ്ഥയിൽ നാം എത്തിച്ചേരുന്നു. അത്രയുള്ളൂ. നീല കവാടം. വേണ്ട, അല്ല, അതൊരു മരീചികയാണ്. തേടിയിറങ്ങിയാൽ അത് നമ്മെ ദൂരെ ദൂരെ കൊണ്ടുപോകും, ഇന്നിൽ നിന്നകന്ന് ഏതൊക്കെയോ കിനാക്കളിലൂടെ. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും ഫോട്ടോകളും വീഡിയോകളുമൊക്കെ വളരെയധികം ഹൈപ്ഡ് ആണ്. അതല്ല സത്യത്തിൽ ലൈഫ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ലഭിക്കുള്ളൂ. യാഥാർത്ഥ്യങ്ങളുടെ പകൽ വെളിച്ചം കളഞ്ഞു നീ ആ കവാടത്തിന്റെ ഉള്ളിലെ സുഷുപ്തിയിലെ ഇരുട്ടിലേക്ക് പോകാതെ സ്വപ്നസുന്ദരമായ ആ മായാലോകം നിനക്ക് ഇതിനോടകം നഷ്ടങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിലേക്ക് ആണ്ടിറങ്ങിയാൽ പിന്നെ എതിക്ക് കുറവുകൾ മാത്രമാണുള്ളതെന്ന തെറ്റിദ്ധാരണയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സ്വയം ഉൾവലിഞ്ഞ് ജീവിക്കാം. വളരെ അഡിക്റ്റീവാണ് സോഷ്യൽ മീഡിയ എന്ന സ്വപ്നസുന്ദരമായ മായാലോകം. അവിടെ നാം കാണുന്നതെല്ലാം ഡെലിബറേറ്റ്ലി ഗ്ലോറിഫൈഡ് ലൈഫ്സ് മാത്രം. എപ്പോഴും മറ്റുള്ളവരുടെ അത്തരം പോസ്റ്റുകളും വീഡിയോസും കണ്ട് നമുക്ക് അതില്ല, ഇതില്ല, നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന രീതിയിൽ മനസ്സ് ആൻസൈറ്റിയിലേക്കോ നിരാശയിലേക്കോ ഡിപ്രഷനിലേക്കോ വരെ ചെന്നെത്താൻ അധികം സമയം വേണ്ട. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ തന്നെയാണ് അതിനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്നിട്ട് മറ്റു സൊലാസുകൾ അന്വേഷിച്ചിറങ്ങും. ദ സോ കോൾഡ് എസ്കേപ്പ് റൂട്ട്സ്. അതിലൊന്നാണ് ആ കാണുന്ന, നമ്മെ മാടി വിളിക്കുന്ന, ആ മനോഹരമായി തോന്നുന്ന കവാടം. Social media is an addiction. Bible says, if the sun sets you free, you will be free indeed. So, this is the message for you for this Christmas. Social media is an addiction. Bible says, if the sun sets you free, you will be free indeed.